Coming together is beginning. Keeping together is progress. Working together is success. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ആയിരത്തി 1908 ലോഞ്ച് ചെയ്ത ഫോർഡ് മോഡൽ ടി ആണ് ആദ്യ മൂവിംഗ് അസംബ്ലി ലൈനിൽ നിർമ്മിച്ച വാഹനം. ഈ വാഹന ചരിത്രത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അസംബ്ലി ലൈനിൽ നിർമ്മിച്ചതുകൊണ്ട് തന്നെ 1/3 ഇതിൻ്റെ ചെലവ് ചുരുങ്ങുകയും ജനകീയമായി മാറുകയും ചെയ്തു. പിന്നീട് ഫോർഡ് മോഡൽ ടി കാർ ഓഫ് ദ മില്ലേനിയം എന്നറിയപ്പെട്ടിരുന്നു. ഇതിന് വന്നിരുന്ന ഒരു 22 HP 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു. അത് നിർമ്മിച്ചിരുന്നത് ഹീറ്റ് ട്രീറ്റഡ് സ്റ്റീൽ കൊണ്ടാണ്. അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് ലൈറ്ററാണ്, അതായത് ബോഡി വെയ്റ്റ് കുറയുകയും ചെയ്യും, അതോടൊപ്പം സ്ട്രെങ്ത്തും കൂടും. ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് 40 മൈൽസ് പെർ അവർ ആണ്. ഇതിനൊരു പ്ലാനറ്ററി ഗിയർ ടൈപ്പ് ബിൽഡ് 3 സ്പീഡായിരുന്നു. അത് ശരിക്കും ഒരു 2 സ്പീഡ് ട്രാൻസ്മിഷൻ ഈക്വലൻ്റ് ആണ്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിവേഴ്സ് ആയിരുന്നു. ഇതിന് 3 ഫുട് പെഡൽസ് ഉണ്ട്, ഇപ്പോഴത്തെ മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിൾ പോലെ. ത്രോട്ടിൽ കൺട്രോൾ ചെയ്തിരുന്നതിന് ഒരു ലിവറും കൂടെ ഉണ്ടായിരുന്നു സ്റ്റിയറിംഗ് വീലിൽ. ഫോർഡ് മോഡൽ ടി ആണ് ലോകത്തിൽ ആദ്യമായിട്ട് പല രാജ്യങ്ങളിൽ നിർമ്മിച്ച ഒരു വാഹനം. ഈ കാണുന്ന ഒരു ടെമ്പറേച്ചർ ഗേജാണ്. നമ്മുടെ മെർക്കുറി ബാരോമീറ്റർ ഇല്ലേ, പനിയൊക്കെ നോക്കുന്ന തെർമോമീറ്റർ, അതേ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും. ഇത് ഒരു 6 വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഹെഡ് ലാമ്പ്സ് ആണ്. പിന്നെ ഈ വാഹനത്തിന് ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ട്. അതോടൊപ്പം പഴയ കാലത്തെ കാർസ് ഇൻക്ലൂഡിങ് ഫസ്റ്റ് ജനറേഷൻസ് ഓഫ് അംബാസഡർ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ഈ 2 ലാമ്പ്സ് എന്ന് പറഞ്ഞാൽ കെറസിൻ ലാമ്പ്സ് ആണ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പണ്ട് നസീറിൻ്റെയും അടൂർ ഭാസിയുടെയും സത്യൻ്റെയൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ബാഗാണ്. അപ്പോൾ ശരിക്കും ഈ വണ്ടി 1926 ഇതൊരു ഡോക്ടറിൻ്റെ വാഹനമായിരുന്നു അമേരിക്കയിൽ. ഫോർഡ് മോഡൽ ടി ഒരു കാർ എന്നുള്ളതിലുപരി പല അഗ്രികൾച്ചർ പേർപ്പസിനും യൂസ് ചെയ്തിരുന്നു. ട്രാക്ടറിന് മൗണ്ട് ചെയ്യുക, പിന്നെ ട്രെയിലറിന് മൗണ്ട് ചെയ്യുക, അങ്ങനെ പോർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോവുക, അങ്ങനെയുള്ള പേർപ്പസിന്. ഇവിടെ ഇതാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ്, ബ്രേക്കിന് വേണ്ടിയിട്ട്. ഇൻഡിക്കേറ്ററൊന്നുമില്ല, ആ കാലത്ത് അതില്ലായിരുന്നു. ഇത് സ്പെയർ വീലാണ്. ഇത് ഇതിൻ്റെ ബൂട്ടാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ടൂൾ ബോക്സ്. ഇതിലാണ് ഇതിൻ്റെ ടൂൾസൊക്കെ വയ്ക്കുന്നത്. ഇനി ഇവിടെ 3 ക്യാൻസ് കാണാം അല്ലേ? ക്യാൻ അല്ലെങ്കിൽ ജാർ എന്ന് പറയുന്നത് ജെറി ക്യാൻ പോലത്തെ. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ യെല്ലോ ഓയിലിൻ്റെയാണ്, എക്സ്ട്രാ ഓയിൽ സ്റ്റോർ ചെയ്യാൻ. ഈ ഗ്രീനിലൊന്നും എഴുതിയിട്ടില്ല, ഇത് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇത് ഗ്യാസ് എന്ന് US പറയുന്നത് പെട്രോളിനാണ്. ഗ്യാസലീൻ എന്നുള്ളതിനാണ് ഗ്യാസ് എന്ന് പറയുന്നത്. 1908 മുതൽ 1927 വരെയായിരുന്നു ഈ കാറ് മാനുഫാക്ചർ ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ 15 മില്യൺ വാഹനങ്ങളാണ് വിറ്റത്. അതായത് 1921 ആയപ്പോൾ മൊത്തം വാഹന വിപണിയുടെ 56.6% വിറ്റിരുന്നത് ഫോർഡ് ടി മോഡലാണ്. ഈ ഫോർഡ് മോഡൽ ടി ഒരു 1926 മോഡലാണ്. ആ കാലത്ത് ഈ അസംബ്ലി ലൈനിൽ മാനുഫാക്ചർ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ എവറി 24 സെക്കൻഡ്സിൽ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ പെയിൻറ്റ് ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാൻ ആയിരുന്നു, നിപ്പോൺ കമ്പനിയുടെ. പക്ഷേ ആ കാലത്ത് തന്നെ നമുക്ക് പല കളർ ഓപ്ഷൻസും അവൈലബിൾ ആയിരുന്നു. ആസ് എ കസ്റ്റമർ നമുക്ക് പല കളർ ഓപ്ഷൻസ് വാങ്ങിക്കാനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇന്നേക്ക് ഓൾമോസ്റ്റ് 100 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. എതിരാളികളില്ലാത്ത ഒരു രാജാവായിരുന്നു ഫോർഡ് മോഡൽ ടി. അപ്പോൾ ഈ ഫോർഡ് മോഡൽ ടിയെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയും ഞാൻ കാണുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിങ്.